മലയാള സിനിമാ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു നടൻ കുറ്റാരോപിതനായി ജയിൽവാസത്തിലിരിക്കുമ്പോൾ അതേ നടൻ തന്നെ നായകനായ ചിത്രം റിലീസാവുകയും ആ ചിത്രം ബ്ലോക്ക് ബസ്റ്ററായി മാറുന്നത്. ചിത്രം 2017 അരുൺ ഗോപിയുടെ സംവിധാനത്തിൽ ദിലീപ് നായകനായി പുറത്തിറങ്ങിയ രാമലീല. ഈ ചിത്രത്തിൽ നായകനെ ബൂസ്റ്റ് ചെയ്യാൻ തീപാറുന്ന ആക്ഷൻ സീനുകൾ ഒന്നും തന്നെ ഇല്ല. പക്ഷേ നടൻ ദിലീപ് അവതരിപ്പിച്ച രാമനുണ്ണി എന്ന നായക കഥാപാത്രം, അതിന് തിരക്കഥയിൽ നൽകിയിരിക്കുന്ന ആഴം, എല്ലാം കൊണ്ടും തുടക്കം മുതൽ അവസാനം വരെ ആ നായക കഥാപാത്രത്തിന് ഒരു പ്രത്യേക ഡെപ്ത് ഉണ്ടായിരുന്നു. ഈ ചിത്രത്തിന്റെ പ്രധാന ആകർഷണം തന്നെ ഈ ചിത്രത്തിലെ ട്വിസ്റ്റും സസ്പെൻസുകളുമാണ്. സോ ഈ ചിത്രത്തിന്റെ കഥയെപ്പറ്റി ഞാൻ അവിടെ പറയുന്നില്ല. ചിലപ്പോൾ ഈ ചിത്രം കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഈ ഒരു വീഡിയോ സ്പോയിലർ ആയേക്കും. ഇതിലെ നായക നടനെതിരെ ഒരുപാട് വിമർശനങ്ങൾ നടന്നിരുന്ന സമയമായിട്ട് കൂടി ഈ ചിത്രം കാണാൻ പോയപ്പോൾ ഞാൻ തിയേറ്ററിന്റെ മുന്നിൽ കണ്ട ജനസാഗരം എന്നെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ഒരുപാട് ചിത്രങ്ങളിൽ നായികയെ തിളങ്ങിയ നടി പ്രയാഗ മാർട്ടിന് വൻ പ്രേക്ഷക പ്രീതി നേടിക്കൊടുത്തൊരു ചിത്രമാണ് രാമലീല. പക്ഷെ പിന്നീട് അവരുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ താഴേക്ക് പോയി. നടൻ കലാഭവൻ ഷാജോണിന്റെ അടാറ് കോമഡി ടൈമിങ്ങും അതിനൊത്ത പെർഫോമൻസും അന്ന് തിയേറ്ററുകളിൽ ഉണ്ടാക്കിയ ചിരിയുടെ ഓളം ഞാൻ ഇന്നും ഓർക്കും. ചിത്രത്തിൽ ദിലീപിന്റെ ടൈറ്റിൽ കാർഡ് കാണിക്കുമ്പോൾ നമ്മുടെ ഗോപി സുന്ദറിന്റെ ഒരു റോമാഞ്ചിഫിക്കേഷൻ BGM അങ്ങ് വരും. ചിത്രത്തിൽ ആ BGM വരുന്ന സീൻസ് ഒക്കെ ഇപ്പൊ കണ്ടാലും ഒരു പ്രത്യേക ഫീലാണ്. പിന്നീട് അങ്ങോട്ട് നടൻ ദിലീപിന്റെ മിക്ക സിനിമകളിലും ഇതേ ടൈറ്റിൽ കാർഡ് ഉപയോഗിച്ചതായി കണ്ടിട്ടുണ്ട്. 15 കോടി ബഡ്ജറ്റിൽ വന്ന ഈ ചിത്രം ഉയർന്നു വന്ന എല്ലാ വിവാദങ്ങൾക്കും അപ്പുറം 55 കോടിയിലധികം ബോക്സ് ഓഫീസ് കളക്ഷൻ നേടി ബ്ലോക്ക് ബസ്റ്ററായി മാറി. ഈ ചിത്രത്തിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആ ഒരു സീനിനെ പറ്റി സംസാരിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ സ്പോയിലർ ഇഷ്യൂ ഉള്ളതുകൊണ്ട് പറയുന്നില്ല. ഈ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.